നമുക്കെല്ലാവർക്കും അറിയാം, സാധാരണ മനുഷ്യർ ജനിക്കുമ്പോൾ കൈകാലുകളിൽ 10 വിരലുകൾ വീതമാണ് ഉണ്ടാവുക. എന്നാൽ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ദേവേന്ദ്ര സത്താർ എന്ന വ്യക്തിയുടെ കഥയാണ്. ദേവേന്ദ്ര സത്താറിന് ഇടംകൈയിലും വലംകൈയിലും ചേർത്ത് മൊത്തത്തിൽ 14 വിരലുകളാണ് ഉള്ളത്. അയാളുടെ കാലുകളിലും മൊത്തത്തിൽ 14 വിരലുകൾ ഉണ്ട്. അതായത് ലോകത്ത് ഏറ്റവും കൂടുതൽ വിരലുകളുള്ള വ്യക്തി എന്ന ഗിന്നസ് റെക്കോർഡ് സ്വന്തമാക്കിയിരിക്കുകയാണ് ഗുജറാത്തുകാരനായ ദേവേന്ദ്ര സത്താർ. മാത്രമല്ല, ലിംക ബുക്ക് ഓഫ് റെക്കോർഡ്സിന്റെ ബഹുമതിയും ദേവേന്ദ്ര സത്താറിനെ തേടി വന്നിരിക്കുകയാണ്. കഴിഞ്ഞ 30 വർഷമായി ഗുജറാത്തിൽ ഒരു ആശാരിയായി ജോലി ചെയ്തു വരികയാണ് ഇദ്ദേഹം. അതുകൊണ്ട് തന്നെ അദ്ദേഹം ജോലി ചെയ്യുമ്പോൾ അതീവ സൂക്ഷ്മതയോടെയാണ് തൻ്റെ വിരലുകളെ പരിപാലിക്കുന്നത്. തൻ്റെ ഈ വിരലുകളുടെ എണ്ണത്തിൽ ദേവേന്ദ്ര സത്താർ അഭിമാനിക്കുന്നുണ്ടെങ്കിലും ദൈനംദിന ജീവിതത്തിൽ ഇതുമൂലം നിരവധി ബുദ്ധിമുട്ടുകൾ അയാൾ നേരിടാറുണ്ട്. അതായത് അയാൾക്ക് ചേരുന്ന ചെരുപ്പുകളൊന്നും കടകളിൽ ലഭ്യമല്ല. അതുകൊണ്ട് തന്നെ തനിക്ക് പറ്റിയ ചെരുപ്പുകൾ അയാൾ സ്വന്തമായി നിർമ്മിച്ചെടുത്ത് ഉപയോഗിക്കുകയാണ് പതിവ്. അതുപോലെ TV കാണുമ്പോൾ TV റിമോട്ടിൽ ഞെക്കുമ്പോൾ ഒരുമിച്ച് 2-3 ബട്ടണുകളിൽ അയാൾ ഞെക്കിപ്പോകുന്നു. മൊബൈൽ ഉപയോഗിക്കുമ്പോഴും ഇതേ പ്രശ്നം അദ്ദേഹം നേരിടാറുണ്ട്. തൻ്റെ ഈ പ്രത്യേകതയെക്കുറിച്ച് ദേവേന്ദ്ര സത്താർ പറയുന്നത് ഇങ്ങനെയാണ്: ഞാൻ ചന്തയിലോ നഗരത്തിലോ പോകുമ്പോൾ ആളുകൾ എൻ്റെ ചുറ്റും കൂടും. എൻ്റെ ഫോട്ടോസ് എടുക്കും. എന്നോട് വിശേഷങ്ങൾ ചോദിക്കും. എന്നെ കാണാൻ ദൂരെയുള്ള വീടുകളിൽ നിന്ന് പോലും ആളുകൾ വരുന്നു. എൻ്റെ അധിക വിരലുകളുടെ എണ്ണം കാരണം ഇവിടെയുള്ള ആളുകൾ എന്നെ ഒരു സെലിബ്രിറ്റിയായി കണക്കാക്കുന്നു. എൻ്റെ ഈ വിരലുകൾ മൂലമാണ് ഞാൻ പ്രശസ്തനായത്. എൻ്റെ കൈകാൽ വിരലുകൾ ഞാൻ ഒരു ഭാഗ്യമായി കണക്കാക്കുന്നു. എൻ്റെ ഈ വിരലുകളുടെ ഈ പ്രത്യേകത ഒരു ദൈവാനുഗ്രഹമായി ഞാൻ കണക്കാക്കുന്നു, ദേവേന്ദ്ര സത്താർ പറയുന്നു. എന്താണ് ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം? ഒരു കമൻറ്റായി രേഖപ്പെടുത്തുമല്ലോ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുമല്ലോ. ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുമല്ലോ. ഇത്തരം വീഡിയോസ് നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. അടുത്ത തവണ മറ്റൊരു കണ്ടന്റുമായി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.